അല്ല തന്മൂർത്തി സിനിമ ആയതുകൊണ്ട് തന്നെ ലുക്ക് വെച്ചിട്ടല്ല തന്നെ പ്രതീക്ഷയുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കേസ് എന്നെ ഇപ്പം കുറച്ച് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ലാലേട്ടൻ്റെ ഈ പിക്ചേഴ്സ് വന്നതിന് ശേഷം, വീഡിയോസ് വന്നതിന് ശേഷം എൻ്റെ പഴയ ഞാൻ പണ്ട് ലാലേട്ടൻ്റെ ഈ ഈ പോസ്റ്റ് ഓഡിയൻ പീരീഡിൽ വന്ന സിനിമകൾ ഞാൻ റിവ്യൂ ചെയ്ത ക്ലിപ്സ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ലാലേട്ടനെ നിശ്ചിതമായി വിമർശിച്ചത് ലാലേട്ടൻ്റെ ഫേസ് അനങ്ങുന്നില്ല, ഐ ബാഗ് ഇല്ല, മറ്റേ പറഞ്ഞിട്ട് ഓഡിയൻ്റെ കേസ് അറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് എന്നെ പൂരത്തെറിയാം, ഇൻസ്റ്റയിലൊന്നും തെറിക്ക് കണക്കില്ല. ഇറങ്ങി വാടാ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം എന്താടാ കാണടാ, ഇപ്പം എന്താടാ നീ അങ്ങനെ പറഞ്ഞടാ ഇങ്ങനെ പറഞ്ഞു. അപ്പം അതിനൊരു മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിന്. അപ്പം അതിന് ടൈം ഉണ്ടായിരുന്നു. അത് ആൾക്കാർക്ക് അറിയായിരുന്നു, അതായത് വിവരമുള്ള ആൾക്കാർക്ക് അന്നേ അറിയായിരുന്നു ഇത് ഇറ്റ് വിൽ ടേക്ക് ഒരു 6-7 ഇയേഴ്സ് എടുക്കുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് മാറാൻ വേണ്ടി അത്രയും സമയം ആവശ്യമായിരുന്നു. അപ്പം അതുകൊണ്ട് അത്രയും കാലം ഞാനായിട്ട് താടി വെച്ച് അഭിനയിച്ചേ. കാരണം ആ സമയത്ത് താടി എടുത്ത പ്രശ്നമായിരുന്നു. അത് എടുത്തപ്പോഴും നമ്മൾ കണ്ടതോ ഏതൊരു 1-2 പടം, എനിക്കൊന്ന് ബിഗ് ബ്രദറിലാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ്ലി താടി എടുത്തിട്ടില്ല, അതുകൊണ്ട് ട്രിം ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ചെയ്തിട്ടില്ല. ഇതുപോലെ ചെയ്താൽ അത് സംഭവം ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സൈഡ് എഫക്റ്റ് കൊണ്ട് പറ്റൂലായിരുന്നു. ഇതതിന്റെ ടൈം, മെഡിക്കലി അതിന്റെ ടൈം കഴിഞ്ഞ് അത് റിക്കവർഡായി കംപ്ലീറ്റ്ലി. അപ്പോൾ കറക്റ്റ് ടൈമിൽ തരുൺമൂർത്തിക്ക് പ്രൊജക്റ്റ് വന്ന് പുള്ളി പിന്നെ ലാലേട്ടനെ ഇപ്പം നിലവിൽ കണ്ടംപററി ലാലേട്ടനെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ആൾ തരുൺമൂർത്തിയാണ്. അത് അദ്ദേഹത്തിന് ഇന്റർവ്യൂസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം പുള്ളി അത് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു അപാര സംഭവമായിരിക്കും.